ഇന്ന് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ പോവാട്ടോ. അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും പേരൊക്കെ എഴുതിയിടുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന സംഭവമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഓവർ എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ച് എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ഓപ്പൺ ആക്കി നോക്കുമ്പോഴോ അതിലുണ്ടായിരിക്കുന്നത് കുഞ്ഞൊരു റിങ്ങോ കുഞ്ഞൊരു കീച്ചേനോ ഒക്കെ ആയിരിക്കും. എൻ്റെ എക്സ്പെക്ടേഷൻസിനെ ഒന്നും അത് മീറ്റ് ചെയ്യാത്തതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ഒരു കരച്ചിലായിരിക്കും. ആ ഒരു പ്രായത്തിൽ കിട്ടുന്നത് എന്ത് ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ബുദ്ധിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞു ഗിഫ്റ്റ് പോലും കിട്ടില്ല എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചെറുതാണെങ്കിലും അതിൻ്റെ വാല്യൂ എന്താണെന്ന്. അങ്ങനെ ഞാൻ കരുതി നമ്മുടെ കമ്പനിയിലും ക്രിസ്മസ് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്താലോ എന്ന്. അവരോട് പറഞ്ഞപ്പോൾ അവർക്കും ഓക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് എനിക്ക് മനസ്സിലായി. 2-3 തവണ ഇട്ടിട്ടാണ് സംഭവം ഒന്ന് സെറ്റായി കിട്ടിയത്. ഫസ്റ്റ് സെലക്ട് ചെയ്ത ടൈമിൽ 2-3 പേർക്ക് അവരുടെ പേര് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും സെലക്ട് ചെയ്തിട്ടാണ് അവസാന സംഭവം ഒന്ന് കറക്റ്റായിട്ട് കിട്ടിയത്. അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഡാൻസ് ടീമിൻ്റെ കോസ്റ്റ്യൂംസ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ 3 സോങ്സിൻ്റെ കോസ്റ്റ്യൂംസാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് വെറൈറ്റി കോസ്റ്റ്യൂംസാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഒന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല ഡാൻസിനൊക്കെ. പിന്നീട് നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന പരിപാടിയിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.